ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസീസ് ടേസ്റ്റി ബൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കറി രുചിയിലുള്ള ഒരു ദിൽകുഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ദിൽകുഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ വെള്ളം കൂടുതൽ ചൂട് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മിക്സ് ഒന്ന് നമുക്ക് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് തേങ്ങ ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്താലും മതി. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഏലക്ക പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇത് നമുക്കൊന്ന് 2ആയിട്ട് ഭാഗിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നേരിയതായിട്ടൊന്നും പരത്തരുത് കേട്ടോ, കുറച്ച് നല്ല തിക്കിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അത് പരത്തിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ ആദ്യം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ, അത് മുഴുവനായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് എപ്പോഴും കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ഇത് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫില്ലിങ് മുഴുവനായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉരുളയില്ലേ, അത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നന്നായിട്ട് തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ നന്നായിട്ട് എല്ലാ സൈഡും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ കളർ കിട്ടാനായിട്ട് ഞാനൊരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതാണിത്. അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവനില്ലാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ കേക്ക് ടിന്നൊക്കെ എടുത്തിട്ട് അതൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കേക്കൊക്കെ കുക്കറിലൊക്കെ ബേക്ക് ചെയ്തെടുക്കൂലേ, അതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. കുക്കറിൻ്റെ ഫിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് കുക്കറിൻ്റെ ഉള്ളിൽ ഉപ്പോ അല്ലെങ്കിൽ റിങ്ങോ വെച്ചതിന് ശേഷം ഈ പാത്രം ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അത് ഏകദേശം ഒരു 40-45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ അവനിൽ 170 ഡിഗ്രിയിൽ
ബേക്ക് ചെയ്തെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 40 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് ബേക്ക് ആവാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ബട്ടർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. കഴിക്കുമ്പോഴും ആ ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ബട്ടർ ഞാൻ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഈ ബന്ന് ഇരിക്കുന്നത്. കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ അവനിൽ ബേക്ക് ചെയ്യാതെ കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യാറില്ല, അതേപോലെ തന്നെയാണ് ഇതും ബേക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ദിൽകുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.